ഓക്കെ, നമ്മളിന്ന് പുതിയ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വെച്ചിട്ട് ഈ ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കുകയാണ്. ശതമാനം അല്ലെങ്കിൽ പെർസെൻറ്റേജ്, ഈ ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്നു. നമ്മുടെ PSCയിൽ ഒരുപാട് ആവശ്യമുള്ള ടോപ്പിക്കാണിത്. നമുക്കറിയാം പെർസെൻറ്റേജ് അല്ലെങ്കിൽ ശതമാനം. ശതമാനം എന്ന് പറയുന്ന വാക്കിൽ തന്നെ ഉണ്ട് ആ ടോപ്പിക് എന്താണ്. ശതമാനം, ശതം മീൻസ് 100 അല്ലേ. ഔട്ട് ഓഫ് 100 വരുന്ന 100 ഔട്ട് ഓഫ് 100 വരുന്ന ഒരു കേസിന് പറയുന്ന പേരാണ് ശതമാനം. നമ്മൾ പറയുമ്പോൾ അങ്ങോട്ട് പറയാം, ഇത് എവിടെ നമുക്ക് എന്തിന് ആവശ്യമുണ്ട് അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് ഇതിന്റെ ആവശ്യം, ഇത് പഠിക്കുന്നതുകൊണ്ടുള്ള ഉപകാരം എന്താണ്, അതാദ്യം തന്നെ പറയുവാണ്. പെർസെൻറ്റേജ് പഠിക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ PSCയുടെ ടോപ്പിക്കായിട്ടുള്ള പെർസെൻറ്റേജ് ഓൾറെഡി കവർ ചെയ്യുന്നുണ്ട്. ആ കൂടെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ചില കേസിൽ പാർട്ട്ണർഷിപ്പ്. ഈ 4 ടോപ്പിക്ക് നമ്മൾ ഈ ഒറ്റ പെർസെൻറ്റേജ് പഠിക്കുന്നതിലൂടെ നമുക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകളാണ്. പെർസെൻറ്റേജ് ഓൾറെഡി നമ്മൾ പഠിച്ചു പോകും. രണ്ടാമത് വരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭവും നഷ്ടവും വരുന്ന കേസുകൾ, അതിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് വരാറുണ്ട്. പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, നമ്മുടെ ഒരു പൈസ ഇത്ര എമൗണ്ട് നമ്മളൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ എത്ര എമൗണ്ട് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ വരുന്ന ആ ഒരു കേസിലാണ് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും. പിന്നെ വരുന്ന പാർട്ട്ണർഷിപ്പാണ്. പാർട്ട്ണർഷിപ്പ് അങ്ങനെ നമ്മുടെ +2 ലെവലും 10th ലെവലും ഒന്നും ചോദിക്കാറില്ല, ഡിഗ്രി ലെവൽ സാറിന് ചോദിക്കാറുള്ളൂ. ആ ഒരു 4 ടോപ്പിക്ക് ഈ പെർസെൻറ്റേജ് പഠിക്കുന്നതിലൂടെ നമുക്ക് ആവശ്യമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട്. പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ദിവസം നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞായിരുന്നു പെർസെൻറ്റേജ് ടേബിൾ നമ്മൾ പഠിച്ചായിരുന്നു. പെർസെൻറ്റേജ് ടേബിളിൽ തന്നെ എങ്ങനെയാണ് ഓരോ ഫ്രാക്ഷൻസിന്റെ പെർസെൻറ്റേജ് നമ്മൾ പഠിച്ചു പോയായിരുന്നു. അല്ല നിൽക്കട്ടെ, നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പം നമുക്കറിയാം, ഞാൻ പറഞ്ഞു പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ശതമാനം എന്ന് പറയുമ്പോൾ ഔട്ട് ഓഫ് 100 വരുന്ന കേസസ് ആണ്. ഔട്ട് ഓഫ് 100 100ന്റെ ഇടയ്ക്ക് വരുന്ന കേസസ്. അപ്പൊ പെർസെൻറ്റേജ് എപ്പോഴും 0നും 100നും ഇടയിൽ കിടക്കും. 0ന്റെയും 100ന്റെയും ഇടയ്ക്ക് കിടക്കുന്നതാണ്. 0 100 അതിന്റെ ഇൻക്ലൂഡഡ് ആണ്. 100ൽ കൂടെ ഉള്ള പെർസെൻറ്റേജ് പറയാറുണ്ട്, പക്ഷെ കോമൺലി നമ്മൾ പറയുന്നത് 0നും 100നും ഇടയ്ക്കുള്ള കേസസ് ആണ്. ഓക്കെ അല്ലേ. ഉദാഹരണം പറയുകയാണെങ്കിൽ 100% എന്ന് വെച്ചാൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കേക്ക് ഞാൻ എടുത്തു, ആ കേക്കിനെ 100 ഡിവൈഡ് ചെയ്യുന്ന വരുന്ന കേസുകൾ, അവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. ഉദാഹരണം പറയാം, 100 എന്ന് പറയുന്ന സംഖ്യയുടെ 0% എന്ന് പറഞ്ഞാൽ, 100 എന്ന് പറയുന്ന സംഖ്യയുടെ 0% എന്ന് പറഞ്ഞാൽ 0 തന്നെയായിരിക്കും, 0 തന്നെയായിരിക്കും. 100 എന്ന് പറയുന്ന സംഖ്യയുടെ 100% എന്ന് പറഞ്ഞാൽ, 100% എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കംപ്ലീറ്റ് ഫോം ആണ്. കംപ്ലീറ്റ് ഫോം എന്ന് പറയുമ്പോൾ 100 തന്നെയായിരിക്കും. ഒന്നുകൂടെ പറയാം, 100 എന്ന് പറയുന്ന സംഖ്യ നമ്മൾ എടുക്കുവാണെങ്കിൽ, 100 എന്ന് പറയുന്ന സംഖ്യ എടുക്കുവാണെങ്കിൽ 100 എന്ന് പറയുന്നൊരു സംഖ്യയാണ്, നമ്പറാണ്. ഈ 100 എന്ന് പറയുന്ന സംഖ്യയുടെ 0% അല്ലെങ്കിൽ 0% എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 0 തന്നെയായിരിക്കും. 100 എന്ന് പറയുന്ന സംഖ്യയുടെ 100% എന്ന് പറയുന്നത് 100 തന്നെയായിരിക്കും, കംപ്ലീറ്റ് ഫോം ആയിരിക്കും. ഇതിൽ കൂടുതൽ മാക്സിമം ഇല്ല. ഒരു സംഖ്യയുടെ ഫുൾ ഫോം ആണ് 100%, 0 ഫോം ആണ് 0% അല്ലെങ്കിൽ 0%. ഓക്കെ അല്ലേ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞു 100% മാക്സിമം എന്ന് പറഞ്ഞു. 100% മാക്സിമം, 0% ആണ് ഏറ്റവും മിനിമം, അങ്ങനെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 50% എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഹാഫ് ആണ്, പകുതി, ഹാഫ്. നമ്മൾ പറഞ്ഞായിരുന്നു 50% എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രാക്ഷൻ 1/2 ആണ് നമ്മൾ പറഞ്ഞായിരുന്നു. അതിന്റെ അർത്ഥം 50% എന്ന് വെച്ചാൽ 100ൽ 50 എന്നാണ്. 100ൽ 50 എന്തെങ്കിലും ആയിക്കോട്ടെ, 50% എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 100ൽ 50 ആണ്. ഔട്ട് ഓഫ് 100 ആയിരിക്കും. 100ൽ 50 എന്ന് വെച്ചാൽ നമുക്കറിയാം, അത് ക്യാൻസൽ ആക്കിയാൽ 1/2 നമുക്ക് കിട്ടും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചാണ്. നമ്മൾ അങ്ങനെയാണ് പഠിച്ചത്. 1/2ന്റെ അബ്രിവേഷൻ എന്ന് പറയുന്നത് 50% ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. ഡെസിമൽ ഫോം 0.5 എന്നും പറഞ്ഞു, പെർസെൻറ്റേജ് ഫോം 50% നമ്മൾ പറഞ്ഞു. അങ്ങനെ പറയുവാണെങ്കിൽ എപ്പോഴും ശതമാനം പറയുമ്പോൾ അത് ഔട്ട് ഓഫ് 100-ലായിരിക്കും. ഔട്ട് ഓഫ് 100-ലായിരിക്കും നമ്മൾ പറയാറുള്ളൂ, അല്ലാതെ പറയാറില്ല. ഔട്ട് ഓഫ് ശതമാനം എന്ന് പറയുമ്പോൾ എപ്പോഴും ഔട്ട് ഓഫ് 100-ലായിരിക്കും. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ 50 എന്ന് പറയുന്ന സംഖ്യയുടെ
100% എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 50ന്റെ 100% എന്ന് പറഞ്ഞാൽ 50 തന്നെയാണ്. ശരിയാണല്ലോ? 50ന്റെ 100% എന്ന് പറഞ്ഞാൽ 50 തന്നെയാണ്. 50ന്റെ 0% എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. ഇനി പറഞ്ഞു കേൾക്കണം, 50ന്റെ 50%. 50ന്റെ 50% എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 50% എന്ന് പറഞ്ഞാൽ 100ലാണ് നമ്മൾ പറഞ്ഞു. 50/100 ഇൻറ്റു 50 ആണ് നമ്മൾ ചെയ്യേണ്ടത്. 50ന്റെ 50% എന്ന് വെച്ചാൽ 50% എന്ന് പറഞ്ഞാൽ എപ്പോഴും ഔട്ട് ഓഫ് 100ലായിരിക്കും. ഔട്ട് ഓഫ് 100 50% എന്ന് പറഞ്ഞാൽ 50ന്റെ പകുതിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. 50ന്റെ പകുതി എന്ന് പറയുമ്പോൾ ഈ 0 ക്യാൻസൽ ആവും, ഈ 0 ക്യാൻസൽ ആക്കാം. 5 × 5 25 നമുക്ക് പറയാം. എന്ന് വെച്ചാൽ 50ന്റെ 50% എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 25 ആണ്. വേറെ കണക്ക് പറയാം, അപ്പൊ മനസ്സിലായിക്കോളും. 18ന്റെ 50%. 18ന്റെ 50% എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് 50% എപ്പോഴും പറഞ്ഞാൽ അത് ഔട്ട് ഓഫ് 100ലായിരിക്കും. അപ്പൊ 100 ഡിനോമിനേറ്ററിൽ വരണം. 18ന്റെ 50% എന്ന് പറഞ്ഞാൽ 50/100 ഇൻറ്റു 18 ആണ് നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. അത് വരാൻ കാരണം 50% എന്ന് പറഞ്ഞാൽ 100ലായിരിക്കും. ഔട്ട് ഓഫ്, ഞാൻ പറഞ്ഞു മാക്സിമം എപ്പോഴും 100 വരുള്ളൂ. അപ്പൊ 50% എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് 100ലാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ 50% എന്ന് പറഞ്ഞാൽ 50%ത്തിന്റെ ഫ്രാക്ഷൻ നമുക്കറിയാം 1/2 എന്നറിയാം. 1/2 എന്ന് പറഞ്ഞാൽ പകുതിയെ നമുക്കറിയാം. അവിടെ നിൽക്കട്ടെ, നമ്മൾ അതിലോട്ട് വരുന്നുള്ളൂ. എന്നാൽ പോലും സിംപ്ലിഫൈ ചെയ്യുന്ന ആദ്യത്തെ ഫോം വരുമ്പോൾ നമ്മൾ പറയുന്നത് 50% എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 100ൽ 50 ആണ്. 100ൽ 50 ഏതിന്റെയാണ്? 18ന്റെ. 18ന്റെ 50% എന്ന് പറഞ്ഞാൽ 50/100 ഇൻറ്റു 18 ആണ്. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 1/2 ആൻസർ കിട്ടും. 1/2 ആൻസർ കിട്ടും. 1/2 ഇൻറ്റു 18 എന്ന് പറയുമ്പോൾ 18/2 ആണ്. 18/2 എന്ന് പറയുമ്പോൾ 9 ആണ്. അതായത് 50% എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്, പകുതിയാണ്. മനസ്സിലായോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ, 22ന്റെ 20%. 22ന്റെ 20% എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 20% എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് 100ലാണ്. 20/100 ഇൻറ്റു എത്രയാന്ന് നോക്കണം. എത്രയുടെ ശതമാനം കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്ന 22ന്റെ 20%. ഇപ്പൊ ഇൻറ്റു 22 ശതമാനം നമ്മൾ എപ്പോഴും ഔട്ട് ഓഫ് 100ൽ ഇങ്ങനെ എഴുതുന്നു. എന്തിന്റെ ശതമാനമാണോ കണ്ടുപിടിക്കേണ്ടത് ഇൻറ്റു ചെയ്യുന്നു. അപ്പൊ ആൻസർ കിട്ടുമ്പോൾ അത് ക്യാൻസൽ ചെയ്യുന്നു. 0 ക്യാൻസലായി. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 1/5 എന്ന് വരുന്നു. 1/5 ഇൻറ്റു 22 22/5. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരവായിരിക്കും ആൻസർ. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയാം, അപ്പൊ മനസ്സിലാവും. ഒന്നുകൂടെ പറയാം. 30ന്റെ 15%. 30ന്റെ 15%. 15% എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഔട്ട് ഓഫ് 100ലാണ്. 15/100 എന്തിന്റെ ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത്? 30ന്റെ ശതമാനമാണ്. 30ന്റെ 15%. അപ്പൊ 15/100 ഇൻറ്റു 30. ഈ 0 ക്യാൻസലായി. പിന്നെ പോയിട്ട് നമുക്കത് ഇതിനെയും 5 വെച്ച് ക്യാൻസൽ ചെയ്യാം. 5 × 2 ആണ് 10. 5 × 3 ആണ് 15. 3/2 ഇൻറ്റു 3 ദാറ്റ് മീൻസ് 9/2. 3 × 3 9 വരും. 9 × 2 4.5 ആൻസർ കിട്ടും. അപ്പൊ അതായത് 30ന്റെ 15% എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 4.5 ആണ്. 4.5. ഓക്കെ അല്ലേ? ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. മനസ്സിലായോ? വേറൊരു കാര്യം കൂടെ പറയാം. 100ന്റെ 100% എത്രയാണ്? 100ന്റെ 100% എന്ന് പറഞ്ഞാൽ 100 തന്നെയാണ്. 100ന്റെ 100% എന്ന് പറഞ്ഞാൽ 100 തന്നെ. 100 എന്ന് പറയുന്ന സംഖ്യയാണ്. 100 എന്ന് പറഞ്ഞൊരു സംഖ്യയാണ്. 100 എന്ന് പറയുന്ന സംഖ്യയുടെ 100% എന്ന് പറയുന്നത് 100 തന്നെയാണ്. 100 തന്നെയാണ്. ഇനി പറയുവാണെങ്കിൽ 100ന്റെ 50% എന്ന് പറഞ്ഞാൽ 50 തന്നെയാണ്. 100ന്റെ ഏത് ശതമാനം എടുത്താലും ആ സംഖ്യ തന്നെയായിരിക്കും. 100ന്റെ 1% എന്ന് പറഞ്ഞാൽ 1 തന്നെയായിരിക്കും. ഇത് വരാൻ കാരണം 1% ആണ്. 1/100 ഇൻറ്റു എന്ത് നമുക്ക് വേണ്ട? 1/100 ഇൻറ്റു 100 ആണ് നമുക്ക് വേണ്ടത്. 100ന്റെ 1% നമുക്ക് വേണ്ട. അപ്പൊ ഇതും ക്യാൻസൽ ആയിട്ട് 1 തന്നെ ഉത്തരം കിട്ടും. ഓക്കെ അല്ലേ? ഈ ശതമാനം നമ്മൾ യൂസ് ചെയ്യുന്നത് പെർസെൻറ്റേജ് നമ്മൾ യൂസ് ചെയ്യുന്ന പല വേരിയബിളിലാകാം. പെർസെൻറ്റേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് പല കേസസിലാകാം. ഒന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സാലറിയിലാവാം. സാലറി എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് വേണത് കയറി വരാം, പെർസെൻറ്റേജ് കയറി വരാം. പിന്നെ വേണമെങ്കിൽ സാലറി ആകാം, ഹൈറ്റ് ആകാം, വെയിറ്റ് ആകാം, നമ്പേഴ്സ് ആകാം. എന്ത് വേണേലും ഈ പെർസെൻറ്റേജ് കയറി വരാം.
ഉദാഹരണം പറയുവാണെങ്കിൽ നമുക്ക് പറയാം. ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ വേറൊരു രീതി ഇവിടെ ഈ ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. 1/4 ശതമാന രൂപം എത്രയാണ്? 1/4 ശതമാന രൂപം എത്രയാണ്? 1/4 ശതമാന രൂപം നമ്മൾ പഠിച്ചതാണ്. എത്രയാണ് ഓർക്കുന്നുള്ളവർ ഒന്ന് ടൈപ്പ് ചെയ്യാവോ? 1/4 ശതമാന രൂപം എത്രയാണ്? 1/4 ശതമാന രൂപം നമ്മൾ പഠിച്ചതാണ്. പെർസെൻറ്റേജ് ടേബിൾ നമ്മൾ പഠിച്ചതാണ്. 1/4 ശതമാന രൂപം. ഓക്കെ, വെരി ഗുഡ്. 1/4 ശതമാന രൂപം കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയാണ്. 1/4 into 100 ആണ് ചെയ്യേണ്ടത്. ഇത് ക്യാൻസൽ ആയിട്ട് 25 ആവും. 25 into 1, 25% ആണ് 1/4 ശതമാന രൂപം. നമ്മൾ പഠിച്ചതാണ്, നേരത്തെ പഠിച്ചാണ്. 1/4 ശതമാന രൂപം 25 2/5 50 ആണ്. 3/4 സോറി 2/5 2/4 50 ആണ്. 3/4 75 നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഓക്കെ അല്ലേ? ഇത് ഫ്രാക്ഷനെ ശതമാന രൂപത്തിലേക്ക് ചോദിക്കാറുണ്ട് ചില സമയത്ത്. അതുപോലെ ശതമാന രൂപത്തിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റാറുമുണ്ട്. 50 ശതമാനത്തിന്റെ ഫ്രാക്ഷൻ 1/2 എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ 33.333% ഫ്രാക്ഷൻ നമുക്ക് എത്രയാണെന്ന് അറിയാം? 1/3 എന്നറിയാം. അതുപോലെ 2/3 പെർസെൻറ്റേജ് ഫോം നമുക്കറിയാം. 66.33 നമുക്കറിയാം. ഒരു കാര്യം കൂടെ പറയാം, കഴിഞ്ഞ ദിവസം പറയാത്ത ഇപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. 33.333 എക്സെട്രാനെ വേണമെങ്കിൽ നമുക്ക് 33 1/3 എന്നും എഴുതാറുണ്ട്. 33 നമ്മൾ നേരെ എടുത്ത് എഴുതി. 333 എന്ന് പറയുമ്പോൾ 1/3 തന്നെയാണ്. അപ്പൊ 33.33 നമുക്ക് 33 1/3 എന്ന് എഴുതാറുണ്ട്. അത് മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ സോറി, ഇത് മാറിപ്പോയ 6666 ആണ് എഴുതുമ്പോൾ മാറിപ്പോകണം. 66666. അങ്ങനെയാണെങ്കിൽ 66.66 നമുക്ക് വേണമെങ്കിൽ 66 2/3 എന്നും വേണമെങ്കിൽ എഴുതാം. ഓപ്ഷനിൽ ഇങ്ങനെയാണെങ്കിലും കൺഫ്യൂഷൻ അടിക്കരുത്. 33 1/3 എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 33.333. 66 2/3 എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 66.666. ഓക്കെ ആണല്ലോ? മറന്നുപോയില്ലെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ഇങ്ങനെയും ചോദ്യം ചോദിക്കാം. 50 എന്ന് പറയുന്ന സംഖ്യ 500ന്റെ എത്ര ശതമാനമാണ്? 50 എന്ന് പറയുന്ന സംഖ്യ 500ന്റെ എത്ര ശതമാനമാണ്? നമ്മൾ ഇവിടെ ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യനിലെല്ലാം ബേസ് ആയിട്ട് വരുന്നത് 100 ആണ്. കാരണം ഞാൻ പറഞ്ഞു പെർസെൻറ്റേജ് എപ്പോഴും ഔട്ട് ഓഫ് 100 ആണെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ പറഞ്ഞു 25ന്റെ 5% എത്രാന്ന് നമ്മൾ ചോദിച്ചാൽ 25ന്റെ 5% എത്രാന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്നത് 5/100 into 25 ആണ്. കാരണം നമുക്കറിയാം പെർസെൻറ്റേജിന്റെ ബേസ് 100 ആണെന്ന് നമുക്കറിയാം. പെർസെൻറ്റേജിന്റെ ബേസ് 100 ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഡിനോമിനേറ്ററിൽ 100 ഇടുന്ന, ന്യൂമറേറ്ററിൽ 5 ഇട്ടിട്ട് 25നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ശരിയല്ലേ? 25ന്റെ 5% എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം പെർസെൻറ്റേജിന്റെ ബേസ് മാക്സിമം 100 ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് 5/100 into 25 നമ്മൾ ചെയ്യുന്നത്. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 4 കിട്ടും. 5/4 എന്നാണ് ആൻസർ കിട്ടുന്നത്. അവിടെ നിൽക്കട്ടെ, ആൻസർ എത്രയാണല്ലോ ആയിക്കോട്ടെ. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ നേരെ വ്യത്യാസമുണ്ട്. 50 എന്ന് പറയുന്ന സംഖ്യ 500ന്റെ എത്ര ശതമാനമാണ്? അപ്പൊ ബേസ് അവിടെ 500 ആണ്. 500ന്റെ എത്ര ശതമാനമാണ് 50? അല്ലെങ്കിൽ 50 എന്ന് പറയുന്ന സംഖ്യ 500ന്റെ എത്ര ശതമാനമാണ്? തിരിച്ചും മറിച്ചും ചോദിക്കാം. അപ്പൊ വരുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. 50 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട് ഓഫ് 500 ആണ്. പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പെർസെൻറ്റേജ് കണ്ടുപിടിക്കുമ്പോൾ ഇൻറ്റു 100. കാരണം ഞാൻ പറയാം ഇൻറ്റു 100. ഇങ്ങനെയാണ് ഉത്തരം ചെയ്യുന്നത്. 1/4ന്റെ ശതമാന രൂപം കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 1/4 into 100 ചെയ്തപ്പോഴാണ് നമുക്ക് 25% എന്ന് കിട്ടിയത്. ഇവിടെ അത് തന്നെയാണ് ചോദിച്ചേക്കുന്നത്. 50ന്റെ എത്ര 50 എന്ന് പറയുന്ന സംഖ്യ 500ന്റെ എത്ര ശതമാനമാണ്, അല്ലെങ്കിൽ 500ന്റെ എത്ര ശതമാനമാണ് 50 എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇത് തന്നെയാണ്. 50 ഡിവൈഡഡ് ബൈ 500 into 100. പെർസെൻറ്റേജ് കണ്ടുപിടിച്ചോ, ശതമാനം ചോദിച്ചുകൊണ്ടാണ് into 100 നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായോ? ഇത് ചെയ്യുമ്പോൾ ഇതും ക്യാൻസൽ ആവും. ഈ 0 ക്യാൻസൽ ആവും. ഈ 5 ക്യാൻസലായി ഇവിടെ 1 ആവും. ഈ 5 ക്യാൻസലായി ഇവിടെ 1 ആവും. ഈ 0 ക്യാൻസലായി ഇവിടെ ഇങ്ങനെയാവും. അപ്പൊ ആൻസർ എത്ര വരും? 1 into
10. ഒന്നുകൂടെ കാണിക്കുക, സംശയം ഉണ്ടെങ്കിൽ അവിടെ നിൽക്കട്ടെ. ഈ 2 പൂജ്യവും ക്യാൻസൽ ആക്കാലോ, ഈ 2 പൂജ്യവും ക്യാൻസൽ ആക്കാലോ. ഈ 5ഉം ഈ 5ഉം ക്യാൻസൽ ആക്കിയിട്ട് 1 ആവും, ഇവിടെ 1 ആവും. 10 ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുമ്പോൾ 10 തന്നെ വരും. അതിന്റെ അർത്ഥം 500ന്റെ എത്ര ശതമാനമാണ് 50 എന്ന് ചോദിച്ചാൽ 10% 50, അല്ലെങ്കിൽ 500ന്റെ 10% 50. എങ്ങനെ വേണമെങ്കിലും നമുക്ക് തിരിച്ചു പറയാം. ഒന്നുകൂടെ പറയാം, ഇങ്ങനെയാണ് ചോദ്യം വരുന്നതെങ്കിൽ 500ന്റെ എത്ര ശതമാനമാണ് തിരിച്ചും വേണം ക്വസ്റ്റ്യൻ വരാം. ഇതാണ് പ്രോപ്പർ ക്വസ്റ്റ്യൻ വേ. 500ന്റെ എത്ര ശതമാനമാണ് 50 എന്ന് ചോദ്യം ചോദിക്കുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഔട്ട് ഓഫ് 100-ലല്ല. കാരണം 500ന്റെ എന്ന് ചോദിച്ചിട്ടുണ്ട്. 500ന്റെ എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ 500 ബേസിൽ എഴുതേണ്ടത്, ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത്. എത്ര ശതമാനമാണ് 50 എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ 50 മുകളിൽ എഴുതണം. ശതമാനമായോണ്ട് ഇൻറ്റു 100 ചെയ്യണം. ഈ 2 പൂജ്യവും താഴത്തെ 2 പൂജ്യവും വെട്ടിക്കളയാം. ഈ 5ഉം ഈ 5ഉം വെട്ടിക്കളഞ്ഞിട്ട് ഇവിടെ 1 ആവും. 10 ഡിവൈഡഡ് ബൈ 1 എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 10%. മറന്നു പോകരുത്. 500ന്റെ എത്ര ശതമാനമാണ് 50? 10%. ഓക്കെ അല്ലേ? മനസ്സിലായോ? ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സാർ വേറൊരു കാര്യം കൂടെ പറയാൻ പോവാണ്. ശ്രദ്ധിച്ച് കേട്ടോണം, മറന്നു പോകരുത്, ശ്രദ്ധിച്ച് കേട്ടോണം. അപ്പൊ നമുക്ക് ഈ 500 തന്നെ എടുക്കാം. 500 തന്നെ എടുക്കുവാണ്. 500 നമ്മുടെ നമ്പർ. ശ്രദ്ധിച്ച് കേൾക്കണം, അത്യാവശ്യമാണ്. നമുക്ക് മാത്സിന് പെട്ടെന്ന് ചോദ്യങ്ങൾ ചെയ്യാൻ ഇത് ഇമ്പോർട്ടന്റ് ആണ്. 500ന്റെ 100% എത്രയാടാ? പെട്ടെന്ന് പറഞ്ഞേ. 500ന്റെ 100% എത്രയാണ്? 500ന്റെ 100% എത്രയാണ്? പെട്ടെന്ന് പറഞ്ഞേ. 500 തന്നെ, സംശയമില്ല. 500ന് 100% 500 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 500ന്റെ 50% എത്രയാടാ? 250. പകുതി എടുത്താൽ മതി, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 25% എത്രയാടാ? 125. അതായത് 250ന്റെ പകുതി എടുത്താൽ മതി, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 500ന്റെ 1% എത്രയായിരിക്കും? 500ന്റെ 1% എത്രയായിരിക്കും? 500ന്റെ 1% എത്രയായിരിക്കും? അവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. എന്നാലും ഒന്നുകൂടെ പറയാം സാറാ. 500ന്റെ 100% നിങ്ങൾക്ക് അറിയാം, 50% അറിയാം. അപ്പൊ നമ്മൾ ആദ്യം 500ന്റെ 10% കണ്ടുപിടിക്കാൻ പോവാണ്. 10% കണ്ടുപിടിക്കാൻ, ഏത് സംഖ്യയുടെയും 10% കണ്ടുപിടിക്കാൻ ഒരു കാര്യം ചെയ്താൽ മതി, ഒരു ഡെസിമൽ മാറ്റി കുത്തിട്ടാൽ മതി. അതായത് 50.50 ആവും. 1% മാറ്റി കുത്തിട്ടാൽ മതി. ദാറ്റ് മീൻസ് അപ്പൊ 0 അവിടെ എഴുതേണ്ട ആവശ്യമില്ല. 500ന്റെ 10% എന്ന് വെച്ചാൽ എത്രയാണ്? 500ന്റെ 10% എന്ന് വെച്ചാൽ ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി, 50 എന്ന് വരും. 500ന്റെ 10% എന്ന് വെച്ചാൽ 50 അങ്ങനെയാണ് 20% എത്രയാടാ? 2 × 50 ചെയ്താൽ പോരെ? 100 ചെയ്താൽ മതി, ശരിയല്ലേ? 30% ഇപ്പൊ എത്രയായിരിക്കും? 3 × 50 ചെയ്താൽ മതി. 3 × 50 150. 40% എത്രയായിരിക്കും? 4 × 50 200, ശരിയല്ലേ? 50% എത്രയായിരിക്കും? 5 × 50 250. നമുക്ക് നേരത്തെ കിട്ടിയതാണ്. അങ്ങനെയാണെങ്കിൽ 60 നമുക്കറിയാലോ. 6 × 50 300, ശരിയല്ലേ? ഓക്കെ അല്ലേ? മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ഒരു സംഖ്യയുടെ, ഇതെന്തിനാന്ന് ചോദിക്കരുത്, നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യിപ്പിക്കുന്നത്. ഞാൻ ഇതിന്റെ പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 500ന്റെ 10% എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് അങ്ങ് മാറ്റി കുത്തിട്ടാൽ മതി ഇടത് സൈഡിൽ നിന്ന്. മറന്നു പോകരുത്, ഇടത് സൈഡിലേക്ക് ഒരു പോയിന്റ് മാറ്റി കുത്തിട്ടാൽ മതി. ദാറ്റ് മീൻസ് 500ന്റെ 10% എന്ന് പറഞ്ഞാൽ 50. 20% എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 × 50 100. 90% എന്ന് പറയുമ്പോൾ 9 × 5 45 450. ശരിയാണോ? ശരിയാണ്. അങ്ങനെയാണെങ്കിൽ 1% എന്ന് പറഞ്ഞാൽ 10% എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് മാറ്റി കുത്തിട്ടാൽ മതി. 1% എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് മാറ്റി കുത്തിട്ടാൽ മതി. ഇടത് സൈഡിലേക്ക് 2 പോയിന്റ് മാറ്റി കുത്തിടുക. ദാറ്റ് മീൻസ് ഇവിടെ 00 ആയതുകൊണ്ട് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല, 5 എന്ന് ഉത്തരം കിട്ടും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ 2% എത്രയാണ്? 2% എത്രയാണ്? 2 × 5 10. 3% എത്രയാണ്? 15. 12% എത്രയാണ്? 12 × 5 60. പിന്നെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 18% എത്രയാണ്? 18 × 5 90. മനസ്സിലായോ? ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാൻ പോവാണ്,
അഞ്ഞൂറിന്റെ 42% കണ്ടുപിടിക്കണം. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് 42 എന്ന് പറയുമ്പോൾ 40% പ്ലസ് 2%. ശരിയല്ലേ? 500ന്റെ 40% എന്ന് പറയുമ്പോൾ 4 × 5 200 500ന്റെ 40% എന്ന് പറയുമ്പോൾ 500ന്റെ 40% എന്ന് പറയുമ്പോൾ 4 × 500ന്റെ 40% എന്ന് പറയുമ്പോൾ 50 × ഒന്നുകൂടെ പറയാം, അറിയാവുന്നവർക്ക് ഓക്കെ. 500ന്റെ 40% എന്ന് പറയുമ്പോൾ 10% നമുക്ക് മനസ്സിലായി 50 അറിയാം, 10% 50 അറിയാം. അപ്പൊ 40% എന്ന് പറയുമ്പോൾ 4 × 50 200 40% എന്ന് പറയുമ്പോൾ 200. ബാക്കി 2%, 1% 5 നമുക്കറിയാം. അപ്പൊ 2% എന്ന് പറയുമ്പോൾ 10. അപ്പൊ 500ന്റെ 42% എന്ന് പറയുമ്പോൾ 210. ഒറ്റയടിക്ക് നമുക്ക് ഉത്തരം കിട്ടും. അങ്ങനെയാണെങ്കിൽ 500ന്റെ 98% എത്രയാണ്? 500ന്റെ 98% എത്രയാണ്? 500ന്റെ 98% എത്രയാണ്? പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? 500ന്റെ 98%. 500ന്റെ 98%. വെരി ഗുഡ്. നമുക്കറിയാം 500ന്റെ 100% എത്രയാണ്? 500 തന്നെയാണ്. ഇതിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? 2% കുറച്ചാൽ മതി. 2% കുറച്ചാൽ നമുക്ക് 98 കിട്ടും. 2% എന്ന് പറഞ്ഞാൽ 10 എന്ന് പറയാം, കാരണം 1% 5 നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 2% എന്ന് പറയുന്നത് 10. ദാറ്റ് മീൻസ് 10 കുറച്ചാൽ മതി. 500ൽ നിന്ന് 10 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 490. പെട്ടെന്ന് ഉത്തരം കിട്ടും, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി മുമ്പ് പറഞ്ഞ 48 ഒരു കാര്യം അവിടെ നിൽക്കട്ടെ. 52% ആണെങ്കിൽ 52% എന്ത് ചെയ്യാൻ പറ്റും? 500ന്റെ 50% 250 നമുക്കറിയാം. 2% 10 അറിയാം. ഉത്തരം കൂട്ടുമ്പോൾ 260 കിട്ടും. ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഏത് സംഖ്യ വേണേലും ആകാം. അടുത്തത് 1000ന്റെ 92% എന്ന് കണ്ടുപിടിക്കാവോ? 1000ന്റെ 92%. 1000ന്റെ 92% കണ്ടുപിടിക്കാവോ? 1000ന്റെ 92%. 1000 ഈ പറഞ്ഞ പോലെ തന്നെയാണ്. 1000ന്റെ 10% എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് മാറ്റി കുത്തിടുക, 100. 1% എന്ന് പറയുമ്പോൾ 2 പോയിന്റ് മാറ്റി കുത്തിടുക, 10. അപ്പൊ 90% എന്ന് പറയുമ്പോൾ 900. 2% എന്ന് പറയുമ്പോൾ 20, 920. വെരി ഗുഡ്. 2% എന്ന് പറയുമ്പോൾ 20. വെരി ഗുഡ്, 920. ഒറ്റയടിക്ക് ഉത്തരം കിട്ടും. നമ്മൾ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, പെട്ടപ്പെടെ ഉത്തരം കിട്ടും. ഓക്കെ അല്ലേ? ഇത് സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. 92, 1000ന്റെ 92% കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 90% എന്ന് പറയുമ്പോൾ ഔട്ട് ഓഫ് 100 നമുക്കറിയാം. 92 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 1000 ആണ് ചെയ്യേണ്ടത്. ഈ 2 0 കട്ടുപോയത് 92 ഇൻറ്റു 100, 92 ഇൻറ്റു 10, 920 നമുക്ക് ഉത്തരം കിട്ടും. ഇത് ചെറിയ നമ്പർ, വലിയ ഇത്രയും സിമ്പിൾ നമ്പർ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് കിട്ടുന്നത്. ഇച്ചിരി വലിയ നമ്പറാണ്, ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മളിങ്ങനെ ചെയ്ത് എങ്ങനെയാണ് നമുക്ക് ഉത്തരം കിട്ടിയാൽ മതി. നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ ചെയ്തു. 180ന്റെ എത്ര ശതമാനമാണ് 45? 180ന്റെ എത്ര ശതമാനമാണ് 45? ചെയ്തു. 180ന്റെ എത്ര ശതമാനമാണ് 45? ഇൻഡേ ഉണ്ട്, ഇൻഡേ. 180ന്റെ എത്ര ശതമാനമാണ് 45? ഇതിന്റെ ഉത്തരം എല്ലാം പെർസെൻറ്റേജിലാണ്. നൂറ്റി 80ന്റെ എത്ര ശതമാനമാണ് 45? ചെയ്തോ? നമ്മളിവിടെ ചെയ്തതാണ്. 500ന്റെ എത്ര ശതമാനമാണ് 50 നമ്മൾ ചെയ്തതാണ്. അതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. 180ന്റെ എത്ര ശതമാനമാണ് 45? അപ്പൊ 45 ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരാം. ഈ 180 തന്നെ വലുതാണെന്ന് ഒരു നിർബന്ധമില്ല, നേരെ തിരിച്ചും വരാം. പക്ഷെ അപ്പൊ ഇന്ത്യ നമ്മൾ നോക്കണം. ഇന്ത്യയുടെ എപ്പുറത്ത് ഏത് നമ്പറാണോ അതാണ് താഴെ വരാവുള്ളൂ. കാരണം 180 തന്നെ എപ്പോഴും വലിയ സംഖ്യ ആകണമെന്നില്ല. ചെറുതും വരാം, ഇത് വലുതും ആകാം, നേരെ തിരിച്ചും വരാം. അതുകൊണ്ടാണ് ഈ പറയുന്നത് ഇൻറ്റു 100 ചെയ്യാം. നമ്മൾ ആദ്യം 0 0 വേണം വെട്ടിക്കളയാം. അതിന് മുന്നേ ഞാൻ ഇതൊന്ന് സോൾവ് ചെയ്യാൻ പോവാണ്.
45 ഇൻറ്റു എത്രയാണ്? 45 ഇൻറ്റു 4 150. ഇപ്പോൾ 1/4. 1/4 എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകണം, 1/4 എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകണം നമ്മൾ പഠിച്ച 25 1/4 ഇൻറ്റു 100 ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ കൂടെ ക്യാൻസൽ ചെയ്ത് 25 എഴുതാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. 1/4 എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഓപ്ഷൻ 25 ആണ്. ഓപ്ഷൻ എ 25 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 3500-ന്റെ എത്ര ശതമാനമാണ് 175? എല്ലാവരും ചെയ്യണേ. 3500-ന്റെ എത്ര ശതമാനമാണ് 175? ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ക്യാൻസൽ ചെയ്യുക, ബാക്കി ചെയ്തോ. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ക്യാൻസൽ ചെയ്യുക, ബാക്കി ചെയ്ത് തുടങ്ങിക്കോ. 3500-ന്റെ ഇപ്പൊ വന്ന ആൾക്ക് വേണ്ടി പറയുവാണ്, 3500-ന്റെ എത്ര ശതമാനമാണ് 175 എന്ന് നമ്മൾ ചോദിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇൻഡേ എന്ന് പറയുന്ന സംഖ്യയുടെ തൊട്ടിപ്പുറ കിടക്കുന്ന ഡിനോമിനേറ്റർ ആയിട്ട് വരണം, 175 മുകളിൽ വരണം, ഇൻറ്റു 100 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ പൂജ്യവും ക്യാൻസൽ ചെയ്യാം. ഇതെല്ലാം നമുക്ക് 35 വെച്ച് ക്യാൻസൽ ചെയ്തിട്ടും കുഴപ്പമില്ല, 5 വെച്ച് ക്യാൻസൽ ചെയ്യാം. 7 ഇൻറ്റു 5 3 എത്ര കിട്ടി? 35 അല്ലേ? 35/7 ഈസ് ഈക്വൽ ടു 5%. ഒന്നുകൂടെ പറയാം, ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം 175 ന്യൂമറേറ്ററിൽ എഴുതുക, 500 താഴെ എഴുതുക, ഇൻറ്റു 100. പിന്നെ സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ പൂജ്യവും ക്യാൻസൽ ചെയ്യാം. അങ്ങനെ പറയാൻ പറ്റത്തില്ല, തെറ്റാണ് പറഞ്ഞത്. ഈ പൂജ്യവും ഈ സീറോയും ക്യാൻസൽ ചെയ്തു. പിന്നെ നമുക്ക് ഈ രണ്ട് നമ്പറും 5 വെച്ച് ക്യാൻസൽ ചെയ്യാം. 7 ഇൻറ്റു 5 35 35 ഇൻറ്റു 5 135. 35 ഡിവൈഡഡ് ബൈ 7 ഈസ് ഈക്വൽ ടു 5 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ അല്ലേ? അതിനാണ് അടുത്ത ക്വസ്റ്റ്യൻ. 350-ന്റെ എത്ര ശതമാനമാണ് 42? 350-ന്റെ എത്ര ശതമാനമാണ് 42? 350-ന്റെ എത്ര ശതമാനമാണ് 42? ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും, ചെയ്ത് നോക്കൂ. ഓക്കെ, വെരി ഗുഡ്. ചെയ്യേണ്ടത് എങ്ങനെയാണ്? 42 ഡിവൈഡഡ് ബൈ 350 ഇൻറ്റു 100. കാരണം ഔട്ട് ഓഫ് ഇവിടെ 350 ചോദിച്ചേക്കുന്നത്, ഔട്ട് ഓഫ് 100-ലല്ല. പെർസെൻറ്റേജ് വെറുതെ ചോദിക്കുകയായിരുന്നെങ്കിൽ ഇപ്പം 350-ന്റെ ഇത്ര പെർസെൻറ്റേജ് എത്ര ചോദിച്ചാൽ അത് നമ്മൾ അങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടത്. ഇവിടെ 42 ഡിവൈഡഡ് ബൈ 350 ഇൻറ്റു 100 ആണ്. ഈ പൂജ്യവും ക്യാൻസലായി. ഇവിടെ തന്നെ ഞാൻ 5 വെച്ച് ക്യാൻസൽ ചെയ്യുവാണ്. 7 ഇൻറ്റു 5 35. ഇവിടെ 2 വരും. ഇതെത്ര വരും? 6 ഇൻറ്റു 7 42. 6 ഇൻറ്റു 2 12 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയാം, സിംപ്ലിഫിക്കേഷൻ ആണ്, വെറും സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ, അത് മറന്നു പോയിരുന്നാൽ മതി. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പൂജ്യവും ക്യാൻസൽ ചെയ്തു. പിന്നെ ഞാൻ ഇതിനെയും 5 വെച്ച് ക്യാൻസൽ ചെയ്യുവാണ്. 5 ഇൻറ്റു 2 ആണ് 10. 5 ഇൻറ്റു 7 ആണ് 35. 42 ഡിവൈഡഡ് ബൈ 7 വെറുതെ നമുക്ക് ചെയ്യാം. 42 ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുമ്പോൾ 6 ആണ്. 6 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 12 ആണ്. എത്ര ശതമാനമാണെന്ന് ചോദിച്ചേക്കുന്നുണ്ട്? 12%. ഓക്കെ അല്ലേ? അതിന് അടുത്ത ക്വസ്റ്റ്യൻ, 300 രൂപയുടെ, ഇവിടെ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്, കറക്റ്റ് ഉണ്ട്. 300 രൂപയുടെ എത്ര ശതമാനമാണ് 25? 300 രൂപയുടെ, ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ എല്ലാം സംഖ്യയാണ്. 350 250 എല്ലാം സംഖ്യയാണ്. ഇവിടെ രൂപ വന്നാലും മാറ്റമൊന്നുമില്ല, നമ്മൾ ചെയ്യേണ്ട എന്താണ് അത് തന്നെ. 300 രൂപയുടെ എത്ര ശതമാനമാണ് 25 രൂപ? ഇവിടെ രൂപ ഒരു വേരിയബിൾ കയറി വന്നെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി വേറെ വ്യത്യാസമൊന്നുമില്ല. 300 രൂപയുടെ ഒരു കാര്യമുണ്ട്, സെയിം കോൺസ്റ്റന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ സെയിം വേരിയബിൾ ആയിരിക്കണം. ഇവിടെ 300 ലിറ്ററിന്റെ എത്ര ശതമാനമാണ് 25 രൂപ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടും സെയിം കോൺസ്റ്റന്റ് ആയിരിക്കണം. അത് അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. സെയിം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സെയിം വേരിയബിൾ ആയിരിക്കണം. ഇവിടെ രൂപയാണ്, ഇവിടെയും രൂപ തന്നെ ആയിരിക്കണം, അല്ലെ തെറ്റിപ്പോവും. ഇവിടെ ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 25 ഡിവൈഡഡ് ബൈ 300 ഇൻറ്റു 100.
ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ പൂജ്യവും ക്യാൻസലാവും, ഈ പൂജ്യവും ക്യാൻസലാവും. 25 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് നോക്കണം. 25 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ 8 × 3 24 സിസ്റ്റം 1. ഇത് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതണം? 8 സിസ്റ്റം ഡിവൈസർ 8 1/3 ഓപ്ഷൻ വരും. ഒന്നാമത്തെ ഓപ്ഷൻ അല്ല, എ അല്ല, ഓപ്ഷൻ ഡി ആണ്. ഒന്നുകൂടെ പറയാം, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒന്നുമില്ല, മുമ്പ് ചെയ്തോളം തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ചെയ്യേണ്ടത് 300 രൂപയുടെ എത്ര ശതമാനമാണ് 25 ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ 25 മുകളിൽ എഴുതുക, 25 മുകളിൽ എഴുതി, 300 താഴെ എഴുതി, ഇൻറ്റു 100 ചെയ്തു. നമ്മൾ മുമ്പേ ചെയ്തോളം തന്നെ. ഈ പൂജ്യവും ക്യാൻസൽ ചെയ്തു, ഈ പൂജ്യവും ക്യാൻസൽ ചെയ്തു. 25 ഡിവൈഡഡ് ബൈ 3 ഓപ്ഷനിലൊന്നുമില്ല. പിന്നെ പോയിട്ട് നമുക്കുള്ളത് 25 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് നോക്കുക. 25 ഡിവൈഡഡ് ബൈ പോയിന്റിൽ, ഡെസിമൽ അല്ല ഇവിടെ ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത്, എല്ലാം ഫ്രാക്ഷനിലാണ്. അപ്പൊ 25 ഡിവൈഡഡ് ബൈ 3 നമ്മൾ ചെയ്യുന്നു. 25 ഡിവൈഡഡ് ബൈ 3 ചെയ്തപ്പോൾ 8 × 3 24 സിസ്റ്റം 1. ആദ്യം നമ്മൾ ഈ കോഷ്യന്റ് 8 എഴുതി, പിന്നെ റിമൈൻഡർ എടുത്തെഴുതി, പിന്നെ ഡിവൈസർ എടുത്തെഴുതി. 8 1/3 ആൻസർ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. 100 എന്നത് 400ന്റെ എത്ര ശതമാനമാണ്? 2022 BFIലെ ക്വസ്റ്റ്യൻ ആണ്. നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യനും ചുമ്മാ ചെയ്യുന്നില്ല കേട്ടോ. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മൾ ആദ്യത്തെ 1-2 ക്വസ്റ്റ്യൻ നമ്മൾ ആ ടോപ്പിക്കിലേക്ക് കയറാൻ വേണ്ടി ചിലപ്പോൾ ചെയ്യും. ബാക്കിയെല്ലാം ഏതെങ്കിലും PSC പരീക്ഷയ്ക്ക് എവിടെയെങ്കിലും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, PYQ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. വെറുതെ ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ ചെയ്യുന്ന എല്ലാം PSCയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഈ റീസെന്റ് ആയിട്ട് ചോദിച്ചതിന് മാത്രമേ നമ്മൾ ഡേറ്റ് എഴുതാറുള്ളൂ. ബാക്കിയെല്ലാം പഴയ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പോലും വെറുതെ ചെയ്യുന്നില്ല. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ ഓർക്കണം, നമ്മൾ വെറുതെ ഒരു ക്വസ്റ്റ്യനും ചെയ്യുന്നില്ല. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. SCRT ക്വസ്റ്റ്യൻസ് ആണ് സാറിന് ചോദിക്കാറ്. ഇപ്പൊ നമ്മൾ PSCക്ക് ഇപ്പം വന്നു ചിലപ്പോൾ NCERT ചെറുതായിട്ടൊന്ന് കയറിയിട്ടുണ്ട്, എന്നാലും എല്ലാം SCRT ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നിങ്ങൾ ആ പുസ്തകം മൊത്തം പഠിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന പരിപാടി അല്ലാണ്ട് നമ്മൾ ആ SCRT ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ക്ലാസ്സുകൾ നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ചോദ്യങ്ങളെല്ലാം ഈ സിമ്പിൾ ചോദ്യമാണെങ്കിൽ പോലും PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാം എവിടെയെങ്കിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആ ഒരു സീരിയസ്നെസ് നിങ്ങൾ എഴുതണം. വെറുതെ ലാഘവത്തോടെ ചെയ്യല്ല. എല്ലാ ക്വസ്റ്റ്യൻസും PSCയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, വെരി ഗുഡ്. ഇവിടെ 400ന്റെ ചോദിച്ചേക്കുന്നത്. 100 എന്നത് 400ന്റെ, അപ്പം ബേസ് 400 ആണ്. ഇൻഡേ വരുന്നുണ്ട്. അപ്പൊ ബേസ് 400 ആണ്. ഡിവൈഡഡ് ബൈ 100 ആണ്. ഇൻറ്റു 100 ആണ്. ശതമാനമാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഈ പൂജ്യവും വെട്ടിപ്പോയി കഴിഞ്ഞാൽ 1/4 എന്ന് പറഞ്ഞാൽ എത്ര നമുക്കറിയാം? 1/4 എന്ന് പറയുന്നത് 25% നമുക്കറിയാം. 1/4 എന്ന് പറയുന്നത് 25% നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ആലോചിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. +2 ലെവൽ ക്വസ്റ്റ്യൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. 20ന്റെ എത്ര ശതമാനമാണ് 0.05? ഡെസിമൽ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല, എന്നാലും ചെയ്യാം. ചെയ്യേണ്ട മെത്തേഡ് എല്ലാം സെയിം ആണ്. 20ന്റെ എത്ര ശതമാനമാണ് 0.05? 20ന്റെ എത്ര ശതമാനമാണ് 0.05? ചെയ്യേണ്ടത് അതുപോലെ തന്നെ, മാറ്റം ഒന്നുമില്ല. 0. ചെയ്ത് നോക്കിക്കോ നിങ്ങൾ. ഞാൻ പറയാൻ വന്നേക്കാം. 0.05 ഡിവൈഡഡ് ബൈ 100, 100 അല്ല, 20ന്റെ ചോദിച്ചേക്കുന്നത്. ഇൻറ്റു 20 ഇൻറ്റു 100. കാൽക്കുലേറ്റർ ഒന്നും ചെയ്യല്ലേ, തന്നെ ചെയ്യണേ. കാൽക്കുലേറ്റർ ഒന്നും ചെയ്യല്ല. ഓക്കെ, വെരി ഗുഡ്. ഇതെങ്ങനെ ചെയ്യും? ഡെസിമൽ വരുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഡെസിമൽ അല്ലാത്ത പോർഷൻസ് വേണേൽ കട്ട് ചെയ്യാം. ഈ പൂജ്യവും കട്ട് ചെയ്യാം. ഈ 2ഉം ഈ 10 കട്ട് ചെയ്യാം. നോക്കട്ടെ, നമുക്ക് ചെയ്ത് നോക്കാവേ. ഓപ്ഷൻസ് ചെയ്യാൻ തോന്നുന്നു, ചെയ്ത് നോക്കാം. ഇങ്ങനെ വന്നല്ലോ. 0.05 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 5 × 25 ചെയ്യുക. 5 × 5 ചെയ്യുമ്പോൾ 25 എന്ന് കിട്ടും. 1 2 പോയിന്റ് മാറ്റി കുത്തിട്ടാൽ മതി. 0.05 എന്ന് കിട്ടും. 0.25 എന്ന് കിട്ടും. ഒന്നുകൂടെ പറയാം. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ സി തന്നെയാണ് ഓപ്ഷൻ. ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുക. ഈ പൂജ്യം ക്യാൻസലായി, 2ഉം 10 ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 5 എന്ന് വരും. 5 × 0.5 എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഈ 5 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25 നമുക്ക് കിട്ടും. പിന്നെ ഇവിടെ 1, ഒരു സെക്കൻഡ്,
ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, അപ്പൊ 2 പോയിന്റ് മാറ്റി കുത്തിടുക. ദാറ്റ് മീൻസ് 0.25. ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഇത് പിന്നെ ചെയ്യാനുള്ള ഒരു മാർഗം കൂടെ ഉണ്ട്, അതും കൂടെ പറയാം. അങ്ങനെയാണെങ്കിൽ ഈ മാർഗം കൂടെ ചെയ്തിട്ട് പറഞ്ഞു പോയേക്കാം. നമുക്ക് എങ്ങനെയാണ് ഏതാണ് എളുപ്പം അതനുസരിച്ച് ചെയ്യുക. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ 0.05 ബൈ 20 into 100 ആണ് വരുന്നത്. ശരിയല്ലേ? ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് 0.05 into 100 ഉണ്ട്. ദാറ്റ് മീൻസ് 0.1 into 10 എന്ന് വെച്ചാൽ അത് 1 ആവും. കാരണം ഒരു ഡെസിമൽ മാറ്റി കുത്തിട്ടാൽ മതി, റൈറ്റ് സൈഡിലേക്ക് ഒരു ഡെസിമൽ മാറ്റി കുത്തിട്ടാൽ മതി. 0.1 into 100 എന്ന് പറഞ്ഞാൽ 2 ഡെസിമൽ മാറ്റി കുത്തിടാം, 10 എന്ന് ഉത്തരം വരും. 0.1 into 1000 എന്ന് പറഞ്ഞാൽ 3 ഡെസിമൽ മാറ്റി കുത്തിട്ടാൽ മതി. 3 ഡെസിമൽ എന്ന് പറയാൻ വലത്തോട്ടാണ് മാറ്റേണ്ടത്, റൈറ്റ് സൈഡിലേക്കാണ്. 1 2 3, അതായത് 1 കഴിഞ്ഞിട്ട് 2 പൂജ്യവും കൂടെ ഇടണം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ 0.05 into 100 എന്ന് പറയുമ്പോൾ 2 ഡെസിമൽ മാറ്റി കുത്തിട്ടാൽ മതി. ഇതിന്റെ അർത്ഥം 0.05 into 100 എന്ന് പറഞ്ഞാൽ 2 ഡെസിമൽ മാറ്റി റൈറ്റിലേക്ക് കുത്തിട്ടാൽ മതി. ദാറ്റ് മീൻസ് 5/20 എന്ന് വരും. 5/20 വരുമ്പോൾ നമുക്ക് ചെയ്ത് കിട്ടുമ്പോൾ ഉത്തരം 0.25 തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ പറയാം എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചിട്ട് വേണം. 10 പൈസ അനുസരിച്ചാണെങ്കിൽ എവിടെയും രൂപയായിരുന്നു, ഇവിടെയും രൂപയായിരുന്നു. പക്ഷെ ഈ കേസില് 10 പൈസയും 10 രൂപയുമാണ്. 10 പൈസ 10 രൂപയുടെ എത്ര ശതമാനമാണ്? 10 രൂപയുടെ ബേസി വരേണ്ടത്, ഡിനോമിനേറ്ററിൽ വരേണ്ടത്, ന്യൂമറേറ്ററിൽ 10 പൈസ വരണം. ഇൻറ്റു 100 ചെയ്താൽ 10ഉം 10ഉം വെട്ടിപ്പോയി 1 into 100 10 100% എന്ന് വരും. 100% പൊട്ടത്തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ വരുന്ന കേസിൽ ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക് മാറ്റണം. ഒന്നെങ്കിൽ രൂപേനെ പൈസയിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ പൈസനെ രൂപയിലേക്ക് മാറ്റണം. നമുക്ക് രൂപേനെ പൈസയിലേക്ക് മാറ്റാനാണ് എളുപ്പം. അതായത് ഒരു പൈസ എന്ന് വെച്ചാൽ എത്രയാണ്? 100 പൈസ എന്ന് വെച്ചാലാണ് 1 റുപ്പി. അങ്ങനെയാണെങ്കിൽ 1 റുപ്പി എന്ന് പറയുമ്പോൾ 100 പൈസയാണ്. അപ്പോൾ 100 രൂപ എന്ന് പറയുമ്പോൾ എത്ര പൈസ ആയിരിക്കും? 100 രൂപ എന്ന് പറയുമ്പോൾ 1000 പൈസ ആയിരിക്കും. 1000 പൈസയാണ് 10 രൂപ. ശരിയല്ലേ? അങ്ങനെയാണ് നമ്മൾ ഇപ്പൊ ചെയ്തോളാം തന്നെ ചെയ്യാം. യൂണിറ്റ് മാത്രം മാറ്റിയാൽ മതി. 10 പൈസ ഡിവൈഡഡ് ബൈ 10 രൂപ എന്നുള്ളിടത്ത് എന്താകണം? 1000 പൈസ ഇൻറ്റു 100. ഈ പൂജ്യം ക്യാൻസലായി, ഈ പൂജ്യം ക്യാൻസലായി, ഈ പൂജ്യം ക്യാൻസലായി. 1/1 എന്ന് പറയുമ്പോൾ 1% വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. മനസ്സിലായോ? കൺവേർഷൻസ് കുറച്ച് പഠിക്കാനുണ്ട്. ഒന്നുകൂടെ പറയാം. ഒരു രൂപ എന്ന് പറയുന്നത് 100 പൈസയാണ്. അങ്ങനെയാണെങ്കിൽ 10 രൂപ എന്ന് പറയുന്നത് 10 into 100 1000 പൈസയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്ന അനുസരിച്ചാണെങ്കിൽ 10 പൈസ 10 രൂപയുടെ എത്ര ശതമാനം എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം 10 പൈസ ഡിവൈഡഡ് ബൈ 10 രൂപ ഇൻറ്റു 100 നമുക്ക് ചെയ്യേണ്ടത്. പക്ഷെ രണ്ട് വേരിയബിളാണ്, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ രൂപയുടെ പ്ലേസിൽ നമ്മൾ എന്തെടുത്തിടണം? രൂപയുടെ പ്ലേസിൽ നമ്മൾ പൈസയിലേക്ക് 10 രൂപനെ മാറ്റണം. 10 രൂപനെ പൈസയിലേക്ക് മാറ്റുമ്പോൾ 1000 പൈസ എന്ന് വരും. അങ്ങനെ വരുമ്പോൾ ക്യാൻസൽ ചെയ്യാനുള്ളത്, പൂജ്യം ക്യാൻസൽ ആകുമ്പോൾ 1% എന്ന് വരും. മനസ്സിലായില്ല? ഒന്നുകൂടെ പറയേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് യൂണിറ്റ്സ് ആണ്.
1 kg എന്ന് പറയുമ്പോൾ 1 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 1000 ഗ്രാംസ് ആണ്. 1000 ഗ്രാംസ് ആണ്. 1 kg എന്ന് പറയുമ്പോൾ 1000 ഗ്രാംസ് ആണ്. 1 ലിറ്റർ എന്ന് പറയുമ്പോൾ 1 ലിറ്റർ എന്ന് പറയുമ്പോൾ 1000 മില്ലി ലിറ്റർ ആണ്. അതുപോലെ എന്താണ് വേറെയുള്ളത് എന്താണ് 1 ഹവർ എന്ന് പറയുമ്പോൾ 60 മിനിറ്റ്സ് ആണ്. അതുപോലെ 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ്സ് ആണ്. പിന്നെ എന്താ ഉള്ളത്? ഇതുപോലത്തെ കുറച്ച് യൂണിറ്റ്സ് ഉണ്ട്, നമുക്ക് ആവശ്യം വരും പറയാം. മീറ്ററും കിലോമീറ്ററും. ഓക്കെ, 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 1000. 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 1000 മീറ്റർ ആണ്. 1000 മീറ്റർ ആണ് അല്ലേ? ഓക്കെ അല്ലേ? 1 സെന്റിമീറ്റർ 100 മീറ്റർ എന്ന് വേണ്ട, 100 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 1 മീറ്റർ ആണ്. 10 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ 1 സെന്റിമീറ്റർ ആണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ളതാണ്. ഒന്നുകൂടെ പറയാം. 1 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 1000 ഗ്രാംസ് ആണ്. 1 ലിറ്റർ എന്ന് പറയുമ്പോൾ 1000 മില്ലി ലിറ്റർ ആണ്. ആ കൂടെ തന്നെ പഠിച്ചോ 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 1000 മീറ്റർ ആണ്, 1000 മീറ്റർ ആണ്. പിന്നെ ഉള്ളത് 1 ഹവർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. 100 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ഇങ്ങനെ ഓർത്താൽ മതി. 1 മീറ്റർ സ്കെയിൽ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. നമ്മൾ നോക്കുന്ന 1 മീറ്റർ സ്കെയിൽ എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ സ്കെയിലുകൾ കൂടുന്നതാണ്. അങ്ങനെ ഓർക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ഓർക്കുക, 1 മീറ്റർ സ്കെയിൽ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ കൂടുന്നതാണ്. പിന്നെ നമ്മൾ നോക്കുന്ന ആ ചെറിയ 1 സെന്റിമീറ്റർ അല്ല, സ്കെയിലിൽ കാണുന്ന ചെറിയ 1 സെന്റിമീറ്ററിന്റെ ഇടയ്ക്ക് ഒരു 10 വരകളുണ്ട്. ആ 10 വരകളാണ് മില്ലിമീറ്റർ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതൊരു സ്കെയിൽ ആണെങ്കിൽ ഇത് 0 ഉണ്ട് ഇവിടെ, പിന്നെയുള്ളത് 1 ആണ്, പിന്നെയുള്ളത് 2 ആണ്. അങ്ങനെ ഒരു 30 വരെ സാധാരണ സ്കെയിലുള്ള 15 വരെ സ്കെയിലുള്ളത്. അങ്ങനെയുള്ള 100 സെന്റിമീറ്റർ ഉള്ള ഒരു സ്കെയിലിന് പറയുന്ന പേരാണ് 100 സെന്റിമീറ്റർ ഉള്ള സ്കെയിലിന് പറയുന്ന പേരാണ് 1 മീറ്റർ സ്കെയില്. അതുപോലെ 1 സെന്റിമീറ്ററിനും 0 സെന്റിമീറ്ററിനും 1 സെന്റിമീറ്റർ ഇടയ്ക്ക് ഒരു 10 ഇങ്ങനെ ചെറിയ ചെറിയ വരകളുണ്ട്. ആ 10 ചെറിയ ചെറിയ വരകളാണ് മില്ലിമീറ്റർ. അതായത് 1 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 10 മില്ലിമീറ്റർ എന്ന് ഓർക്കുക. 10 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 1 മീറ്റർ എന്ന് ഓർക്കുക. ഇതുപോലെയുള്ള 1000 മീറ്റർ കൂടുമ്പോഴാണ് നമ്മൾ സഞ്ചരിക്കുന്ന 1 കിലോമീറ്റർ ആകുന്നത്. പിന്നെ മൈലൊക്കെ ഉണ്ട്. മൈലൊന്നും പഠിച്ചിട്ടും നോക്കി. സമാനമാണ് 72 മിനിറ്റ്സ്. മറന്നു പോകരുത്. ഒരു ദിവസത്തിന്റെ എത്ര ശതമാനമാണ് 72 മിനിറ്റ്സ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ദിവസത്തിന്റെ എത്ര ശതമാനമാണ്? ദിവസത്തിന്റെ 1 ഡേയുടെ കാര്യം ഇവിടെ ചോദിച്ചേക്കുന്നത്. അതാണ് ഇപ്പൊ ഡിനോമിനേറ്ററി പറയേണ്ടത്. 1 ഡേ എന്ന് പറയുമ്പോൾ 24 ഹവർ എന്നറിയാം, 24 മണിക്കൂറാന്നറിയാം. പക്ഷെ ഇവിടെ മണിക്കൂറിലല്ല വന്നേക്കുന്നത്, മിനിറ്റ്സിലാണ്. 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ എത്ര മിനിറ്റ്സ് ആണ് നമ്മൾ നോക്കണം. ഒരു ഹവർ എന്ന് പറയുന്നത് 60 മിനിറ്റ്സ് ആണ് നമുക്കറിയാം. ഒരു ഹവർ എന്ന് പറയുന്നത് 60 മിനിറ്റ്സ് ആണെങ്കിൽ 24 മണിക്കൂർ എന്ന് പറയുന്നത് 24 × 60 മിനിറ്റ്സ് ആണ്. ഓക്കെ അല്ലേ? 24 ഹവർ എന്ന് പറയുന്നത് 24 ഹവർ എന്ന് പറയുന്നത് 24 × 60 മിനിറ്റ്സ് ആണ്. മറന്നു പോകരുത്. 24 × 60 ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം സിംപ്ലിഫൈ ചെയ്ത് പൊക്കോളും. 1440 ആണോ? 24 × 60 ചെയ്ത് നോക്കിയേ. 24 × 60 24 × 6 ചെയ്താൽ മതി. 1440. ഓക്കെ, വെരി ഗുഡ്. നോക്കട്ടെടാ. 1440 മിനിറ്റ്സ് ആണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ 2 രീതിയിലും ചെയ്ത് കാണിക്കാം. സിംപ്ലിഫൈ ചെയ്ത് കാണിക്കാം, എല്ലാം ചെയ്ത് കാണിക്കാം. അപ്പൊ നമുക്ക് 72 മിനിറ്റ്സ് ഡിവൈഡഡ് ബൈ, ഞാൻ 24 × 60 എന്ന് എഴുതുവാണ്. എവിടെ നിന്ന് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ എളുപ്പമുണ്ട്, അതിനു വേണ്ടിയാണ്. 24 × 60 എന്ന് ചെയ്യുവാണ്. ഇൻറ്റു 100 നമുക്ക് വേണ്ടത്. ഇൻറ്റു 100 വേണ്ടത്. എന്തെങ്കിലും ക്യാൻസൽ ആയി പോവോ? ഈ ഒരു 0വും ഈ ഒരു 0വും ക്യാൻസൽ ആക്കാം. ഈ ഒരു 6ഉം ഈ ഒരു 10ഉം ക്യാൻസൽ ആക്കിയിട്ട് 3 ആവും.
ഇത് 5 ആവും. ശരിയല്ലേ? പിന്നെ വേണമെങ്കിൽ ഈ 3ഉം 72ഉം ക്യാൻസൽ ചെയ്യാം. 72 ഡിവൈഡഡ് ബൈ 3. 72 ഡിവൈഡഡ് ബൈ 3 1 ഇൻറ്റു 3 2 ഇൻറ്റു 3 6 സിസ്റ്റം 1 12 24 എന്ന് കിട്ടും. ശരിയല്ലേ? 24 ഇൻറ്റു 3 12 0 0. ഇപ്പൊ 24 എന്ന് കിട്ടും. 72ഉം 3ഉം കൂടെ കട്ട് ചെയ്താൽ 24 എന്ന് കിട്ടും. 24ഉം 24ഉം ഞാൻ ക്യാൻസൽ ചെയ്തു. 24ഉം 24ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ പിന്നെ എത്ര വരും? 24 24 ക്യാൻസൽ ചെയ്യുമ്പോൾ പിന്നെ 1 വരുള്ളൂ. 1 ഇൻറ്റു 5 5%. 5% ഓപ്ഷൻ ഡി ആണ്. ഒന്നുകൂടെ പറയാം, മറ്റേപോലെ ചെയ്താലും ആൻസർ തന്നെ കിട്ടുള്ളൂ. ഞാനിത് സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. കാരണം വലിയ സംഖ്യ ആവും തോറും നമുക്ക് മൾട്ടിപ്ലിക്കേഷന് സമയം കൂടുതൽ വേണം ഡിവൈഡ് ഒക്കെ ചെയ്യാൻ വേണ്ടി. അതേസമയം ഞാൻ ഈ ഒരു സെക്കൻഡ് ഓക്കെ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഈ 1440 എന്നുള്ള മിനിറ്റ്സിനെ ഞാൻ 24 ഇൻറ്റു 60 എഴുതുവാണ്. അങ്ങനെ എഴുതിയ ഒരു പ്രശ്നവും ഇല്ല, ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ 72 ഡിവൈഡഡ് ബൈ 24 ഇൻറ്റു 60 24 ഇൻറ്റു 60 എഴുതാൻ കാരണം സിംപ്ലിഫൈ ചെയ്ത് വെട്ടിപ്പോവാണ്, വെട്ടിപ്പോട്ടെന്ന് ഓർത്താണ്. കാരണം 1440 വെട്ടിക്കളയുന്നതിനേക്കാൾ എളുപ്പം നമുക്ക് ഈ 2 നമ്പറിനെ വെട്ടിക്കളയുന്ന ഇൻറ്റു 100. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ ഈ 0ഉം ഈ 0ഉം വെട്ടിക്കളയാം. പിന്നെ പോയിട്ട് ഈ 6ഉം 72ഉം വേണേൽ കട്ട് ചെയ്യാം. പക്ഷേ ഈ 6ഉം 12ഉം ഈ 10ഉം ഞാനും ക്യാൻസൽ ചെയ്യുവാണ്. 2 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണ്. 2 ഇൻറ്റു 5 ആണ് 10, 2 ഇൻറ്റു 3 ആണ് 6. ഓക്കെ, അതിനുശേഷം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ 3ഉം 72ഉം ആണ്. 72 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 24 ആണ്. അങ്ങനെ വരുമ്പോൾ ഈ 24ഉം 24ഉം ഓട്ടോമാറ്റിക്കലി കട്ടാവും. 1 ഇൻറ്റു 5 5% ആണ്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. മെറ്റേബിൾ ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 72 ഡിവൈഡഡ് ബൈ 1440 ഇൻറ്റു 100 നമുക്ക് ചെയ്യുന്നതിന് ഒരു വിരോധവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കേസിൽ ഇവിടെ വരുമ്പോൾ നമുക്ക് ഞാൻ ഒന്നുകൂടെ ചെയ്യാം. ഇങ്ങനെ വരുമ്പോൾ ഈ 0ഉം ഈ 0ഉം ക്യാൻസൽ ചെയ്യാം. പിന്നെ വേണമെങ്കിൽ 72നെ 144 പിന്നെ 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 72 എന്ന് കിട്ടും. ഇവിടെ എത്ര കിട്ടും? 36 എന്ന് കിട്ടും. വേറെ എന്തെങ്കിലും ക്യാൻസൽ ചെയ്യണ്ടോ? ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 36ഉം 72ഉം പകുതി പകുതിയാണ്. ഇത് 1 എന്ന് കിട്ടും, ഇത് 2 എന്ന് കിട്ടും. പിന്നെ പോയിട്ട് 10 ഡിവൈഡഡ് ബൈ 5 10 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 10 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 5 തന്നെ കിട്ടും. ഇങ്ങനെയും കിട്ടും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ നിങ്ങളുടെ ഇഷ്ടമാണ്. എങ്ങനെ ഇട്ടാലും നമുക്ക് ഉത്തരം കിട്ടും. പക്ഷെ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് നമ്മൾ തന്നെ സെലക്ട് ചെയ്യുക. ശരിയല്ല? ഓരോരുത്തർക്കും കാൽക്കുലേഷൻ്റെ വ്യത്യാസമുണ്ട്. നമ്മൾ ഒരാൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആയിരിക്കത്തില്ല വേറൊരാൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നമ്മൾ പണ്ട് തൊട്ട് ചെറിയ ക്ലാസ് തൊട്ട് പഠിച്ച ആ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. കാരണം അതായിരിക്കും നമുക്ക് സ്പീഡ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാം. പെട്ടെന്ന് ചെയ്തോ. 1 കിലോഗ്രാമിന്റെ എത്ര ശതമാനമാണ് 250 ഗ്രാം? അപ്പൊ ഇവിടെ ഗ്രാം ആണ്, അപ്പൊ ഇവിടെയും ഗ്രാം ആക്കണം. ഇവിടെ kg ആണ്, കിലോഗ്രാം ആണ്. ചെയ്തോ, തന്നെ ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണം. ഞാൻ സ്പീഡിൽ പോകുന്ന കാരണം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞാണ് മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, ചെയ്തു നോക്കാം. 250 ഗ്രാം ആണ്. 250 ഗ്രാം മറന്നു പോകരുത്. 250 ഗ്രാം ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 100 ആണ്. ഇത് ചെയ്യാൻ പറ്റത്തില്ല, തെറ്റാണ്. കാരണം ഇത് ഗ്രാമും ഇത് കിലോഗ്രാമും ആണ്. അപ്പോൾ 1 കിലോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു 1000 ഗ്രാം ആണ്. 1 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 1000 ഗ്രാം ആണ്. ഇപ്പൊ ഇനി ചെയ്യാം. ഇനി ഓക്കെ, 1000 ആക്കണം. ഈ 1000 ആക്കണം. ഈ 2 സീറോയും ക്യാൻസൽ ആവും. ഈ 0ഉം ഈ 0ഉം ക്യാൻസൽ ആക്കും. പോയിട്ട് 25% എന്ന് വരും. 25% എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി. പറയേണ്ട ആവശ്യമില്ല, സിമ്പിൾ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2024 ഡിഗ്രി ലെവൽ എക്സാം ആണെന്ന് തോന്നുന്നു. അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫീസറിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മുമ്പ് ചെയ്തോളൊക്കെ തന്നെ, ഒരു മാറ്റമില്ല, അതുപോലെ തന്നെ ചെയ്താൽ മതി. 0.01ന്റെ എത്ര ശതമാനമാണ് 0.001? ഒന്നും ചിന്തിക്കാനൊന്നുമില്ല, നേരെ എഴുതിയേക്കുക. 0.001 മോളിൽ വരും, താഴെ 0.01. ഇത് ചുമ്മാ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. ഇൻറ്റു 100 ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്?
ഇങ്ങനെ വരുമ്പോൾ ഈ ഡെസിമൽ മാറ്റാതെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്തോ ബി ആണോ? നോക്കട്ടെ. ഈ ഡെസിമൽ മാറ്റാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഈ ഡെസിമൽ ആദ്യം 100 വെച്ച് തന്നെ ചെയ്യാൻ പോവാണ്. 100 വെച്ച് 2 0 ഉണ്ട്. 2 0 മാറ്റുമ്പോഴത്തേക്കും ന്യൂമറേറ്ററിനെ 2 പോയിന്റ് മാറ്റിയാൽ മതി. അപ്പൊ 0.1 ഡിവൈഡഡ് ബൈ 0.01 എന്നാവും. ശരിയല്ലേ? ഇത്ര ഓക്കെ അല്ലേ? ഇപ്പോഴും ഡെസിമൽ കിടപ്പുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതലുള്ള ഡെസിമൽ വാല്യൂ നമ്മൾ നോക്കണം. ഇവിടെ ഏറ്റവും കൂടുതലുള്ള ഡെസിമൽ വാല്യൂ ഇവിടുത്തെ ഡിനോമിനേറ്റർ ആണ്. അത് താഴെ കിടക്കുന്നതാണ്. ഈ താഴെ കിടക്കുന്ന 0.01 ആണ്. 1 2 ഡെസിമൽസ് ഉണ്ട്. ഇവിടെ ഒരു ഡെസിമൽസേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതലുള്ള ഡെസിമൽസ് നോക്കണം. ഏറ്റവും കൂടുതൽ താഴെയാണ്. ഇവിടെ 2 ഡെസിമൽ ഉണ്ട്. 2 ഡെസിമൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 0 വരുന്ന നമ്പർ 100 ആണ്. 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമ്മൾ LCM പറഞ്ഞ പോലെ താഴെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ താഴെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിലൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഡെസിമൽസ് വരുന്ന നമ്പർ മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. മറന്നു പോകരുത്. സോറി, ഒന്നുകൂടെ പറയാം. ഡെസിമൽസ് വരുന്ന നമ്പറിനെ നമുക്ക് നേരിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഡെസിമൽസ് മാറ്റിയിട്ട് മാത്രമാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ നോക്കണം. ഈ കേസ് നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാനുള്ള 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. 0.001 0 റൈറ്റിലേക്ക് മാറി കുത്തിടുമ്പോൾ 0.1 എന്നാവും. താഴെ 0.01 തന്നെയാണ്. അതിന് മാറ്റമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ നോക്കണം. ഇവിടെ 0.01 ആണ്. 0.01 എന്ന് പറയുമ്പോൾ 2 ഡെസിമൽസ് ഉണ്ട്. 2 ഡെസിമൽസ് പറയുമ്പോൾ നമ്മൾ ഫ്രാക്ഷൻസ് അല്ലാതായി പോകും. അങ്ങനെ വരുമ്പോൾ 0.01 × 100 എന്ന് വെച്ചാൽ 2 ഡെസിമൽ മാറ്റി കുത്തിടുക. അതായത് 1 എന്ന് വരും. താഴെ മുകളിലെ 0.1 × 100 എന്ന് പറയുമ്പോൾ 2 ഡെസിമൽ മാറ്റി കുത്തിടുമ്പോൾ 10 എന്ന് വരും. അതായത് 0.01-നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 സ്ഥാനം മാറി കുത്തിട്ട് 1.0 എന്നാവും. 1 പോയിന്റ് എന്നാവും. കാരണം 2 സ്ഥാനം വലത്തേക്ക് മാറുമ്പോഴത്തേക്കും ഒരു സ്ഥാനം മാറി 2 സ്ഥാനം മാറുമ്പോൾ 1 പോയിന്റ് എന്നാവും. 1 പോയിന്റ് എന്ന് വെച്ചാൽ അതിന്റെ അടുത്ത് 1 തന്നെ. 0.1 ഒരു 0 ആകണം. അപ്പോഴാണ് ശരിയാവുള്ളൂ. അപ്പൊ 10 ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ തന്നെയാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന് തൊട്ട് മുന്നത്തെ വർഷം വന്ന സെയിം ക്വസ്റ്റ്യൻ ആണ്. സെയിം പറ്റത്തിൽ മാറിയെന്ന് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ചെയ്തോ. 0.1-ന്റെ എത്ര ശതമാനമാണ് 0.01? പെട്ടെന്ന് ഉത്തരം കിട്ടി. വെരി ഗുഡ്. അത് ഇപ്പൊ കിട്ടിയാണോ അതോ മുന്നത്തെ ആൻസർ അല്ലേ? ചെയ്തോ, സമയമുണ്ട്. 0.1-ന്റെ ഇന്ത്യ വന്നിട്ട് താഴെ എത്ര ശതമാനമാണ് 0.01 ഇൻറ്റു 100 ചെയ്യുക. ഇൻറ്റു 100 ചെയ്യുമ്പോൾ 100 ന്യൂമറേറ്റർ ആയിട്ടാണ് നമ്മൾ സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ന്യൂമറേറ്ററിന്റെ ഫ്രാക്ഷൻസ് എല്ലാം മാറിപ്പോകും. ശരിയല്ലേ? ഒരു സ്ഥാനം മാറി 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു സ്ഥാനം മാറി 2 സ്ഥാനം മാറി അവിടെ 1 എന്ന് വരും. ഡിവൈഡഡ് ബൈ 0.1 തന്നെ. അതിന് ഡിനോമിനേറ്റർ മാറ്റമൊന്നും വരുന്നില്ല. കാരണം ആ 100 മൾട്ടിപ്ലൈ ആയി പോയത് ഇതുമായിട്ടാ, ന്യൂമറേറ്ററുമായിട്ടാ. അപ്പൊ താഴെ ഒരു മിച്ചം വന്നു, 0.1 വന്നു. ആ 0 പോയിന്റ് കളയാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ആ 0 പോയിന്റ് കളയാൻ ഇവിടെ ഒരു പോയിന്റ് ആണ്. ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഇൻറ്റു 10 ആണ് ചെയ്യേണ്ടത്. താഴെ ചെയ്യുമ്പോൾ മുകളിലും കൂടെ ചെയ്യണം. 1 × 10 10 എന്ന് തന്നെ വരും. താഴെ 0.1 × 10 എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനം മാറ്റി കുത്തിടുമ്പോൾ 0.1 എന്നുള്ളത് 1 എന്നാവും. 10 ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുമ്പോൾ 10% തന്നെയാണ്. ഒന്നുകൂടെ നോക്കണം. വെരി ഗുഡ്. ഒന്നുകൂടെ ചെക്ക് ചെയ്യണേ. ഒന്നുകൂടെ പറയാം. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ കൺഫ്യൂഷൻ അടിക്കാൻ പാടില്ല. നമുക്കത് അതിന്റെ ആ ഡെസിമൽ മാറ്റാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഉദാഹരണം പറയുവാണെങ്കിൽ 0.005 എന്ന് പറയുന്ന നമ്പറിനെ ഒരു പ്രോപ്പർ നമ്പർ ആക്കണമെങ്കിൽ ഇവിടെ എത്ര ഡെസിമൽസ് ഉണ്ടെന്ന് നമ്മൾ നോക്കണം. 1 2 3 ഡെസിമൽസ് ഉണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട്. ഈ നമ്പറിനെ ഒരു
3 പൂജ്യമുള്ള നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമാണ് ആ ഡെസിമൽ അതിന്റെ മാറുള്ളൂ. കാരണം ഇവിടെ 1, 2, 3 സ്ഥാനമുണ്ട്. 3 സ്ഥാനം മാറിയാൽ 3 പൂജ്യം വേണം. 3 പൂജ്യമുള്ള നമ്പർ എന്ന് പറയുമ്പോൾ 1000 ആണ്. 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 സ്ഥാനം മാറി, 2 സ്ഥാനം മാറി, 3 സ്ഥാനം മാറി, 0005 പോയിന്റ് എന്നാവും. ഇങ്ങനെ വരുന്ന നമ്പറിന് നമ്മൾ സാധാരണ 00 എടുക്കേണ്ട ആവശ്യമില്ല, ഈ പോയിന്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ അർത്ഥം 5 എന്ന് തന്നെയാണ്. ശരിയല്ലേ? അതുപോലെ തന്നെ ഈ നമ്പറിനെ നമ്മൾ 100 ഒരു 1000 ഇല്ല 100 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ 2 സ്ഥാനമാണ് മാറുള്ളൂ. 2 സ്ഥാനം മാറുമ്പോൾ 0.005 എന്നുള്ള നമ്പറിലെ 2 സ്ഥാനം മാറുമ്പോൾ 1, 2 സ്ഥാനം മാറുമ്പോൾ 5ന്റെ ഇടയ്ക്കോട്ട് നമ്പർ വരും. 0.000.5 എന്നാവും. 000 എന്ന് പറയേണ്ട ആവശ്യമില്ല, ഒരു 0 പറഞ്ഞാൽ മതി. 0.5 എന്ന് ആൻസർ ആവും. ശരിയല്ലേ? ഇവിടെ ഒരു 4 പൂജ്യം ഉണ്ടെന്ന് വിചാരിച്ചോ. 4 പൂജ്യം ഉണ്ടെന്ന് പറയുമ്പോൾ എത്ര സ്ഥാനം മാറ്റി കുത്തിരണം? 4 സ്ഥാനം മാറ്റി കുത്തിരണം. 1 സ്ഥാനമായി, 2 സ്ഥാനമായി, 3 സ്ഥാനമായി. 4ാമത്തെ സ്ഥാനം മാറ്റാനില്ലാത്തപ്പോൾ നമ്മൾ ഇവിടെ ഒരു പൂജ്യം കൂടെ ഇടണം. 1, 2, 3, 4 സ്ഥാനം മാറ്റി കുത്തിടണം. 4 സ്ഥാനം മാറ്റി കുത്തിടുമ്പോൾ അവിടെ ഇങ്ങനെ ഞാൻ അതുപോലെ തന്നെ എഴുതാം. 0050. 4 സ്ഥാനം മാറ്റി കുത്തിടുമ്പോൾ 00050. ഈ 00 പറയേണ്ട ആവശ്യമില്ല, ഈ സംഖ്യ കഴിഞ്ഞുള്ള പോയിന്റും പറയേണ്ട ആവശ്യമില്ല, 50 എന്ന് കിട്ടുള്ളൂ. മനസ്സിലായോ ആ പോയിന്റിന്റെ കേസ്? അപ്പൊ ഇവിടെ അതുപോലെ തന്നെയാണ്. നമ്മുടെ മുമ്പ് ബാക്കി ചെയ്തോളൊക്കെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ഇതുപോലെ ഇത്ര എഴുതി ഇൻറ്റു 100 നമ്മൾ എഴുതി, അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 0.01 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 2 സ്ഥാനം മാറ്റി കുത്തിടണം. ഒരു സ്ഥാനം മാറി, 2 സ്ഥാനം മാറി, വലത്തോട്ടാണ്, ഒരു സ്ഥാനം മാറി. 1.0 എന്നാവും. 1 പോയിന്റിന്റെ ആവശ്യമില്ല, 1 തന്നെ എഴുതി. ഡിവൈഡഡ് ബൈ 0.1 അവിടെ കിടപ്പുണ്ട്. ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ ഒരു സ്ഥാനം മാറ്റണം. ഒരു സ്ഥാനം മാറ്റണമെങ്കിൽ ഇൻറ്റു 10 ചെയ്യണം. ഇൻറ്റു 10 ചെയ്യുമ്പോൾ താഴെ മാത്രം 10 ചെയ്താൽ ശരിയാത്തില്ല, വാല്യൂ മാറിപ്പോവും, ഇക്വലന്റ് ഫ്രാക്ഷൻസ് അല്ലാതെ പോവും. അപ്പൊ മുകളിലും താഴെ മാറ്റണം. അപ്പൊ മുകളിലും താഴെ മാറ്റുമ്പോൾ ഇവിടെ 0.1 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനം മാറി 1 എന്നാവും. 1 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 10 എന്നാവും. 10 ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുമ്പോൾ 10 തന്നെയാണ്. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? മനസ്സിലായോ? സംശയം ചോദിക്കണേ. ഓക്കെ അല്ലേ? ഒന്ന് തമ്പിട്ടെ ഓക്കെ ആണെങ്കിൽ. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഇതിന് നമ്മൾ ചെയ്ത മെത്തേഡുമായിട്ട് ഒരു മാറ്റവും ഇല്ല. ക്വസ്റ്റ്യൻ കുറച്ച് മാറ്റം വന്നെന്ന് മാത്രമേ ഉള്ളൂ. ചെയ്ത മെത്തേഡുമായിട്ട് ഒരു മാറ്റവും ഇല്ല. 2/9 എത്ര ശതമാനമാണ് 7/3? നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനുമായിട്ട് ഇതിന് ഒരു മാറ്റവും ഇല്ല. 2/9 എത്ര ശതമാനമാണ് 7/3? 2/9 എത്ര ശതമാനമാണ് 7/3? ഇൻഡേ വരുമ്പോൾ താഴെ വരണം എന്ന് ഞാൻ പറഞ്ഞു. 2/9 7/3 മുകളിൽ വന്നു. ഇൻറ്റു 100. ഇതിന് മാറ്റമില്ല. എങ്ങനെ ഡിവൈഡ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? റെസിപ്രോക്കലും കൊണ്ട് എന്ത് ചെയ്യണം? റെസിപ്രോക്കലോട് വേണ്ടി ചെയ്യണം. അതായത് 7/2 ഇൻറ്റു 9/2 ഇൻറ്റു 100 എല്ലാം തിരിച്ചിട്ട് ഗുണിക്കണം. ഈ 2 2 4 ആവും. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇത് 50 എന്നാവും. ഇതിനെ പിന്നെയും ക്യാൻസൽ ചെയ്യാം. ഇത് 25 എന്നാവും. ഇത് സോൾവ് ചെയ്തെടുത്താൽ മതി. ഇച്ചിരി വലിയ ഫ്രാക്ഷൻസ് ആയിരിക്കും, കുഴപ്പമില്ല. 25 ഇൻറ്റു 50 250, 250, 225, 225 ഇൻറ്റു 7 ചെയ്ത് നോക്കിക്കേ. ഇച്ചിരി വലിയ ഫ്രാക്ഷൻസ് വരും, കുഴപ്പമില്ല. ഓ 7/3 ആയിരുന്നു അല്ലേ? 7/3 മാറിപ്പോയല്ലോ. 3 അല്ലേ? 7/3 അല്ലേ? ക്വസ്റ്റ്യൻ നോക്കിയേ. 7/3 ആണ്. 7/3 എഴുതിയ മാറിപ്പോയാണ്. ഓപ്ഷൻസ് ഇല്ല, നോക്കിയിട്ട് ഉത്തരം. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്ത് ചെയ്യാം? സെയിം സാധനം, മാറ്റമൊന്നുമില്ല. 7/3 ഇൻറ്റു 9/2 ഇൻറ്റു 100. ഈ 9ഉം 3യും കൂടെ ക്യാൻസൽ ആയിട്ട് 3 ആവും. ഇതും ക്യാൻസൽ ആയിട്ട് എത്രയാവും? 50 ആവും. 150 ഇൻറ്റു 7 150 ഇൻറ്റു 7 ചെയ്ത് നോക്കിയേ. 150 ഇൻറ്റു 7 3 ഇൻറ്റു 50 150. 150 ഇൻറ്റു 7 10 50 ശതമാനം എന്ന് വരും. ഓക്കെ ആണോ? 100% മുകളിൽ നമ്പേഴ്സ് ഉണ്ട്, അതുകൊണ്ടും കൂടെ പറയാൻ വേണ്ടി വന്നതാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും.
100% മാത്രമല്ല അതിൽ കൂടുതൽ ശതമാനം വരാറുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇവിടെ എപ്പോഴും ചെറിയ സംഖ്യ വരത്തില്ലെന്ന് പറഞ്ഞില്ല ഞാൻ. താഴെ എപ്പോഴും വലിയ സംഖ്യ വരണം നിർബന്ധമുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെ വരാത്ത കേസിലും ഇത്ര ശതമാനം മുകളിലോട്ട് വേണേൽ പോകും. ഓക്കെ അല്ലേ? എന്ന് പറഞ്ഞ കാര്യങ്ങൾ സംശയമൊന്നുമില്ലല്ലോ. ഇതൊന്നുകൂടെ പറയാം. ഇവിടെ 7/3 അതേ ഇവിടെ എടുത്തെഴുതി, ഇൻഡെ കഴിഞ്ഞുള്ള സംഖ്യ താഴെ എടുത്തെഴുതി, ഇൻറ്റു 100 ചെയ്തു. ഇങ്ങനെ വരുന്ന കേസിൽ ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി, അല്ലെങ്കിൽ റെസിപ്രോക്കൽ എടുത്ത് ഗുണിച്ചാൽ മതി എന്ന ഫ്രാക്ഷൻസിന്റെ കേസ് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ ചെയ്തിട്ട് സോൾവ് ചെയ്ത് വരുമ്പോൾ എന്താണ് ഉത്തരം? അതാണ് നമ്മുടെ ആൻസർ. 1050 ആണ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? പിന്നെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർക്കണം. അടുത്ത ദിവസം ഇതിന്റെ ബാക്കിയായിരിക്കും. ഇത് പെർസെൻറ്റേജ് ഫസ്റ്റ് പാർട്ടായിട്ടുള്ളൂ, ബാക്കി നമ്മൾ പഠിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഒരു 5-6 പാർട്ട് മാക്സിമം വരുള്ളൂ, 5 പാർട്ടൊക്കെ മാക്സിമം വരുള്ളൂ. ഇപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പോർഷൻ മൊത്തം കവർ ആവും. നിങ്ങൾ എല്ലാ ദിവസവും ഒന്ന് പഠിച്ച്